നമ്മള് ഇഡലിക്കട സിനിമ കണ്ടിട്ടുണ്ട്. നമ്മളെ കൃപേനാണ് കണ്ടത്. പക്ഷെ നമ്മളിപ്പോ ആഡിസ് ബസ്സിലാണ് നിൽക്കുന്നത്. സംഭവം വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മള് റെസ്പോൺസ് അറിയാൻ വന്നതാണ്. ചുമ്മാ അപ്പുറത്തല്ലേ, അപ്പൊ ഇവിടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഒന്ന് നേരിട്ട് റിവ്യൂ ഒക്കെ കണ്ടു. ഇനി മൊബൈലിൽ പോയി കാണേണ്ട ആവശ്യമില്ല. പബ്ലിക് റിവ്യൂ കണ്ടു. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ഒക്കെ നൈസാണ് ഗൈസ്. ഇല്ലേ, നല്ല നല്ല കിടില ഫസ്റ്റ് ഹാഫ് ഒക്കെ നൈസ്. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊണ്ട് ചെറിയ ലാഗ് ആയി പോയി, ലാഗ് അടിപ്പിച്ച് അങ്ങനത്തെ ഒരു ഈ പാട്ടൊക്കെ നൈസായി. ഈ പാട്ടൊക്കെ നൈസാണ് ഈ പോസ്റ്ററിൽ കാണുന്ന. നല്ല കിടില പാട്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നൈസ്, കിടില അവിടെയൊക്കെ കിടിലം. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊണ്ട് സിനിമ ഒരുമാതിരി എത്തിച്ച് എന്തിനു വേണ്ടി എടുത്ത പോലെ. അതുപോലെ കൃപാ തിയേറ്ററിൽ ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ഇവിടെ നല്ല അവസ്ഥ. നമ്മള് ചുമ്മാ അവിടെ നിന്നപ്പോ വിചാരിച്ചു പിന്നെ ഇവിടത്തെ റെസ്പോൺസ് അറിഞ്ഞിട്ട് പോവാം. ഇനി പബ്ലിക് റിവ്യൂ മൊബൈലിൽ നോക്കണ്ടല്ലോ, ഇതിൽ എന്നെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് കുറെ ഇവിടെ ഫേമസ് അണ്ണുണ്ടല്ലോ റിവ്യൂ എടുക്കണം, അങ്ങനെയൊക്കെ കണ്ട് എല്ലാരെയും കണ്ട്. ഈ പടത്തിനെ പറ്റി നൈസാണ്, ക്യാരക്ടറൊക്കെ നൈസാണ്, സ്റ്റാഫൊക്കെ നല്ല എത്ര ഫീൽ ഗുഡ് ആണെന്ന് അറിയാമോ. നൈസ്, കാരനില്ലാന്നേ ഉള്ളൂ, കാരനില്ലാന്നേ ഉള്ളൂ, കണ്ണൊക്കെ നിറഞ്ഞു പോകും. ഈ ഇതിലെ കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാരും പക്ക കൊടുത്ത റോള് വെടിപ്പായിട്ട് ചെയ്തു. നൈസ് എന്ന് പറഞ്ഞാൽ കിടിലം. അതുപോലെ ഡയറക്ഷൻ പക്ക, മേനോനും ധനുഷും എല്ലാം. പക്ഷേ മറ്റേ തിരുച്ചിത്രം ഫലം അതേപോലെ ആയില്ല. ധനുഷിന്റെ അച്ഛനായിട്ട് ചെയ്തു അവൻ കിടിലം. അവന്റെ ധനുഷിന്റെ അച്ഛൻ പൊന്നി, അവന്റെ ക്യാരക്ടർ വരുമ്പോ കരഞ്ഞു പോവും. നമുക്ക് വിഷമം തോന്നും, കണ്ണൊക്കെ എന്തായാലും നിറയും. അത് നല്ല അതിൽ നിക്കണമെങ്കിൽ ആ ഒരു ഫീൽഡിൽ കാണണമെങ്കിൽ നല്ല തോന്നും. ഇമോഷണൽ ആവാൻ അത്രയൊന്നുമില്ല, പക്ഷെ എന്നാലും ഉണ്ട് ഇന്റർവ്യൂലാകാം. അതായത് ഫസ്റ്റ് ഹാഫ് വിഷമിക്കാനുള്ള ഒരു സാധനം ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഒക്കെ ആയപ്പോ നല്ല ലാഗ് ആയി പോയി. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല ഫീൽ ഗുഡ്, പക്ക ഫീൽ ഗുഡ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരുമാതിരി ഒരു കൊമേഴ്ഷ്യൽ സാധനം ആക്കി എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ലാത്ത വയസ്സ് ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് 150 രൂപയാണ് കൊടുക്കണമെങ്കിൽ അത് വെർത്താണ്, അത്രേ ഉള്ളൂ. അതുപോലെ ഡയറക്ഷൻ പക്കയായിരുന്നു ധനുഷിന്റെ, പക്ഷെ പാളിപ്പോയി സെക്കൻഡ് ഹാഫ്. ഡയറക്ഷനും ആ ക്യാമറ പോണ സിനിമാറ്റോഗ്രാഫി ഒക്കെ പക്കയായിരുന്നു. ആ പാട്ട് എക്സ്പെഷ്യലി ഒരു ഡാൻസ് ഉണ്ട്, അതൊക്കെ പക്കയായിരുന്നു. ഈ സമയം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ റിവ്യൂ. പടം ഓക്കെ മുതലാണ് തിയേറ്ററിൽ കാണാന്നുള്ളവർക്ക് കാണാം, അല്ലെങ്കിൽ OTT വന്നതിന് ശേഷം കാണാം. മോശമൊന്നും പറയാനൊന്നുമില്ല, ഒരു എബോവ് ആവറേജ് ഗുഡ് സിനിമ. ഫസ്റ്റ് ഹാഫ് തന്നെ 150 രൂപയ്ക്ക് വർത്താണ്, അത്ര ഫീൽ ഗുഡ് ആണ്. ഫസ്റ്റ് ഹാഫ് ആണ് ഈ പടം എനിക്ക് ഫീൽ ഗുഡ് ആയിട്ട് തോന്നി, നല്ല എന്നെ പിടിച്ചിരുത്തിയത്. സെക്കൻഡ് ഹാഫ് ഒരു കൊമേഴ്ഷ്യൽ ആയി പോയെന്നൊരു സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ച് എരച്ചില് പോലെയും കുറച്ച് നീട്ടിക്കളഞ്ഞല്ലേ, കഥ ഇല്ലാത്തതുകൊണ്ട് എന്തോ ചുമ്മാ കയറ്റി കൊണ്ടുപോകുന്ന പോലെയൊക്കെ തോന്നുന്നു. നമ്മളെ റിവ്യൂ. പടം കാണാന്നുള്ളവർക്ക് പോയി കാണാം, കുഴപ്പമില്ലാത്ത വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ഹാഫ് എക്സ്പെക്ട് ചെയ്തു. നല്ല രസമുള്ള വസ്തുവാണ്. അപ്പൊ ബൈ ബൈ.